കേരള രാഷ്ട്രീയത്തെയും സാമൂഹിക മണ്ഡലത്തെയും ഒരുപോലെ ഉലയ്ക്കുന്ന ഒരു വലിയ ചോദ്യമാണ് ഇപ്പോൾ അന്തരീക്ഷത്തിൽ ഉയരുന്നത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഒടുവിൽ ജയിലഴിക്കുള്ളിലാകുമോ? പതിറ്റാണ്ടുകളായി കേരളത്തിലെ പ്രബലമായ ഒരു സമുദായ സംഘടനയുടെ അമരത്തിരിക്കുന്ന വെള്ളാപ്പള്ളിക്ക് ചുറ്റും നിയമത്തിന്റെ വലയങ്ങൾ മുറുകുകയാണോ എന്ന ചർച്ചകൾ സജീവമാണ്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന രണ്ട് പ്രധാന വിഷയങ്ങളാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്. ഒന്ന്, മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസ്. രണ്ട്, വെള്ളാപ്പള്ളിയുടെ വിശ്വസ്തനും SNDP കണിച്ചക്കുളങ്ങര യൂണിയൻ സെക്രട്ടറിയുമായിരുന്ന KK മഹേശ്വരന്റെ ദുരൂഹമായ ആത്മഹത്യ. മാറിയ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ UDF സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ ഈ കേസുകളിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ ശക്തമായ നീക്കങ്ങൾ ഉണ്ടാകുമോ എന്ന ആശങ്കയും പ്രതീക്ഷയും ഒരേ സമയം ഉയരുന്നുണ്ട്. രാഷ്ട്രീയ പ്രതിയോഗികളും സമുദായത്തിലെ തന്നെ എതിർപക്ഷവും ഈ അവസരത്തിനായി കാത്തിരിക്കുകയാണ്. വെള്ളാപ്പള്ളിയെ തകർക്കാൻ രാഷ്ട്രീയ പകപോക്കലുകൾ നടക്കുന്നു എന്ന് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ ആരോപിക്കുമ്പോൾ, ഇത്രയും കാലം അധികാര സ്വാധീനം ഉപയോഗിച്ച് അടിച്ചമർത്തിയ സത്യങ്ങൾ പുറത്തു വരണമെന്നാണ് ഇരകളുടെയും യൂണിയനിലെ പ്രതിപക്ഷത്തിന്റെയും വാദം. KK മഹേശ്വരന്റെ ആത്മഹത്യയാണ് വെള്ളാപ്പള്ളി നടേശനെ വ്യക്തിപരമായി ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കിയ ഒരു സംഭവം. കേസിൽ SIT നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിക്കും. വെള്ളാപ്പള്ളിയുടെ നിഴലായി അദ്ദേഹത്തിന്റെ എല്ലാ ബിസിനസ് സംഘടനാ കാര്യങ്ങളിലും പങ്കാളിയായിരുന്നു മഹേശ്വരൻ. 2020 മഹേശ്വരനെ കണിച്ചക്കുളങ്ങരയിലെ വീട്ടിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്നാൽ ഇത് വെറും ഒരു ആത്മഹത്യയായിരുന്നില്ല, മറിച്ച് വെള്ളാപ്പള്ളി നടേശനും മകൻ തുഷാർ വെള്ളാപ്പള്ളിയും ചേംബറിൽ ചെയ്ത മാനസിക പീഡനത്തിന്റെ ഫലമാണെന്ന ആരോപണം തുടക്കം മുതലേ ശക്തമായിരുന്നു. മരണത്തിന് തൊട്ടു മുൻപ് മഹേശ്വരൻ എഴുതിയ നീണ്ട ആത്മഹത്യാക്കുറിപ്പും മുഖ്യമന്ത്രിക്ക് അയച്ച കത്തുകളുമാണ് ഈ കേസിൽ വെള്ളാപ്പള്ളിക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായത്. താൻ ചതിക്കപ്പെട്ടുവെന്നും മൈക്രോ ഫിനാൻസിന്റെ തട്ടിപ്പിന്റെ മുഴുവൻ ഉത്തരവാദിത്വം തന്റെ തലയിൽ കെട്ടിവയ്ക്കാൻ വെള്ളാപ്പള്ളിയും സംഘവും ശ്രമിച്ചു എന്നും കത്തിൽ വ്യക്തമാക്കിയിരുന്നു. മഹേശ്വരന്റെ മരണത്തിൽ വെള്ളാപ്പള്ളി നടേശൻ, തുഷാർ വെള്ളാപ്പള്ളി, KL അശോക് എന്നിവരെ പ്രതി ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്യാൻ കോടതി ഉത്തരവിട്ടത് വലിയ വാർത്തയായിരുന്നു. ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയാണ് ഇവർക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചത്. ക്രൈംബ്രാഞ്ച് അന്വേഷണം ഈ കേസിൽ വെള്ളാപ്പള്ളിയെ ചോദ്യം ചെയ്യുകയും നിരവധി തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. തനിക്കെതിരെയുള്ള കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് വെള്ളാപ്പള്ളി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും നിയമ പോരാട്ടം ഇപ്പോഴും തുടരുകയാണ്. UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഈ കേസ് കൂടുതൽ ഗൗരവമായി അന്വേഷിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. മുൻ സർക്കാരുകളുടെ കാലത്ത് കേസ് അട്ടിമറിക്കപ്പെട്ടു എന്ന ആക്ഷേപം ശക്തമായതിനാൽ പുതിയ സർക്കാർ കൃത്യമായ തെളിവുകളോടെ വെള്ളാപ്പള്ളിയെ കുടുക്കാൻ ഈ കേസ് ആയുധമാക്കിയേക്കാം. വെള്ളാപ്പള്ളി നടേശന്റെ സാമ്രാജ്യത്തിന്റെ അടിത്തറ ഇളക്കാൻ പോകുന്ന മറ്റൊരു വലിയ ബോംബാണ് SNDP മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസ്. പാവപ്പെട്ട സമുദായ അംഗങ്ങളായ സ്ത്രീകളെ മുൻനിർത്തി കോടികളുടെ അഴിമതി നടത്തി എന്നതാണ് ഈ കേസിന്റെ ആകത്തുക. പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്നും മറ്റു ബാങ്കുകളിൽ നിന്നും കുറഞ്ഞ പലിശയ്ക്ക് വായ്പയെടുത്ത് ഈ സമുദായത്തിലെ സാധാരണക്കാരായ സ്ത്രീകൾക്ക് ഉയർന്ന പലിശ നൽകി കോടികൾ ലാഭമുണ്ടാക്കുന്നു എന്നാണ് വെള്ളാപ്പള്ളിക്കെതിരെയുള്ള പ്രധാന ആക്ഷേപം. ഈ തട്ടിപ്പിലൂടെ ലഭിച്ച കോടികൾ വെള്ളാപ്പള്ളിയും അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങളും സ്വന്തം ആവശ്യങ്ങൾക്കായി വകമാറ്റി ചിലവഴിച്ചു എന്നാണ് വിജിലൻസും ക്രൈംബ്രാഞ്ചും കണ്ടെത്തിയിരിക്കുന്നത്. VS അച്യുതാനന്ദൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളാണ് ഈ അഴിമതി ആദ്യം പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്നത്. സംസ്ഥാന വ്യാപകമായി 100-ലധികം കേസുകളാണ് മൈക്രോ ഫിനാൻസിന്റെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവിധ സ്റ്റേഷനുകളിൽ നിന്നും കോടതികളിൽ നിലവിലുള്ളത്. ഇതിൽ പല കേസുകളിലും ഒന്നാം പ്രതി വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ്. ഈ തട്ടിപ്പിന്റെ വ്യാപ്തി കോടികൾ കവിയുന്നതിനാൽ കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണവും ഈ ഇടപാടുകൾക്കുമേൽ ഉണ്ടായിരുന്നു. പാവപ്പെട്ട സ്ത്രീകളുടെ പേരിൽ വ്യാജ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ഒപ്പിട്ട രേഖകൾ ചമച്ചും പണം തട്ടിയെടുക്കുകയായിരുന്നു എന്നതാണ് കണ്ടെത്തൽ. താൻ 1 രൂപ പോലും തട്ടിപ്പ് നടത്തിയിട്ടില്ലെന്നും സമുദായത്തിലെ നന്മ ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കിയുമെന്നാണ് വെള്ളാപ്പള്ളി ഇപ്പോഴും വാദിക്കുന്നത്. എന്നാൽ ഓഡിറ്റ് റിപ്പോർട്ടുകളും ബാങ്ക് രേഖകളും ഈ വാദങ്ങൾക്ക് വിരുദ്ധമാണ്.
രാഷ്ട്രീയ രംഗത്ത് വെള്ളാപ്പള്ളി നടേശൻ സ്വീകരിക്കുന്ന നിലപാടുകൾ പലപ്പോഴും വിവാദങ്ങൾക്കും ശത്രുതകൾക്കും കാരണമായിട്ടുണ്ട്. ഒരു മുന്നണിയോടും സ്ഥിരമായ ആഭിമുഖ്യം പുലർത്താത്ത വെള്ളാപ്പള്ളി അധികാരത്തിലുള്ളവരുമായി ഒത്തുപോകുന്ന നയമാണ് പൊതുവെ സ്വീകരിക്കാറുള്ളത്. കഴിഞ്ഞ LDF സർക്കാരുമായി വെള്ളാപ്പള്ളി നടേശൻ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. പമ്പയിൽ നിന്നും അയ്യപ്പ സംഗമത്തിന് ശേഷം പിണറായിയുടെ ഔദ്യോഗിക വാഹനത്തിൽ വെള്ളാപ്പള്ളി യാത്ര ചെയ്തത് വിവാദമായിരുന്നു. ഇടത് സർക്കാരുമായുള്ള അടുപ്പം അദ്ദേഹത്തിനെതിരെയുള്ള കേസുകളുടെ അന്വേഷണം മന്ദഗതിയിലാക്കാൻ സഹായിച്ചു എന്ന് UDF പരസ്യമായി ആക്ഷേപിച്ചിരുന്നു. UDF സർക്കാരിൽ നിന്നും വെള്ളാപ്പള്ളിയോട് മൃദു സമീപനം ഉണ്ടാകില്ല. പ്രത്യേകിച്ച് മുൻകാലങ്ങളിൽ നേതൃത്വവുമായി വെള്ളാപ്പള്ളി നടത്തിയ വാക്പോരുകൾ ഇതിന് ആക്കം കൂട്ടും. മഹേഷിന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കണമെന്ന് വാഗ്ദാനം UDF പ്രതിപക്ഷത്തായിരുന്നപ്പോൾ പലപ്പോഴും മുന്നോട്ട് വച്ചിട്ടുള്ളതാണ്. മൈക്രോ ഫിനാൻസ് തട്ടിപ്പിലെ ഇരകളായ സാധാരണക്കാരുടെ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് UDF ഈ കേസിൽ കർശന നടപടിയിലേക്ക് നീങ്ങിയേക്കാം. എന്നാൽ ഇതിനെ രാഷ്ട്രീയ പകപോക്കലായി ചിത്രീകരിക്കാനുള്ളതായിരിക്കും വെള്ളാപ്പള്ളിയും അനുകൂലികളും ശ്രമിക്കുക. തങ്ങളെ തകർക്കാൻ സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നു എന്ന പ്രചരണം അവർ സമുദായത്തിനിടയിൽ ശക്തമാക്കും. ഒരു പ്രബല സമുദായ സംഘടനയുടെ നേതാവിനെ ജയിലിലടയ്ക്കുന്നത് ഉണ്ടാക്കാവുന്ന രാഷ്ട്രീയ പ്രതിഫലനങ്ങളെ കുറിച്ച് UDFന് ബോധ്യമുണ്ടാകും. അതിനാൽ കൃത്യമായ തെളിവുകളുടെ നിയമപരമായ അടിത്തറയുടെ പിൻബലത്തിൽ മാത്രമേ സർക്കാർ നീങ്ങുകയുള്ളൂ. വർഷങ്ങളായി സമുദായ നേതൃത്വ സ്ഥാനം കൈയടക്കി വച്ചിരിക്കുന്ന വെള്ളാപ്പള്ളി നിയമ പോരാട്ടങ്ങളിൽ വലിയ പരിചയസമ്പത്തുള്ള വ്യക്തിയാണ്. തനിക്കെതിരെ ഉയർന്ന പല കേസുകളെയും മുൻകൂർ ജാമ്യത്തിലൂടെയും ഹൈക്കോടതി സ്റ്റേയിലൂടെയും അദ്ദേഹം പ്രതിരോധിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിലും മികച്ച അഭിഭാഷകരെ അണിനിരത്തി നിയമത്തിന്റെ ആനുകൂല്യം പരമാവധി നേടാനായിരിക്കും വെള്ളാപ്പള്ളി ശ്രമിക്കുക. മഹേശ്വരൻ കേസിൽ പ്രേരണാകുറ്റം തെളിയുക എന്നത് നിയമപരമായി അത്ര എളുപ്പമല്ല എന്ന വിശ്വാസവും അദ്ദേഹത്തിനുണ്ട്. ആത്മഹത്യാക്കുറിപ്പിൽ പേരുണ്ടെന്നത് കൊണ്ട് മാത്രം ഒരാൾ കുറ്റക്കാരനാകില്ലെന്ന മുൻകാല കോടതി വിധികൾ വെള്ളാപ്പള്ളിക്ക് അനുകൂലമായേക്കാം. എന്നാൽ മഹേശ്വരൻ ഉന്നയിച്ച സാമ്പത്തിക തട്ടിപ്പ് ആരോപണങ്ങളിൽ ക്രൈംബ്രാഞ്ച് ശരിവച്ചാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. മൈക്രോ ഫിനാൻസിൽ കുറ്റപത്രം സമർപ്പിക്കൽ വേഗത്തിലാക്കുകയും ചെയ്താൽ വെള്ളാപ്പള്ളിക്ക് കോടതിയിൽ മുന്നിൽ ഹാജരാകേണ്ടി വരും. സാമ്പത്തിക ക്രമക്കേടുകൾ തെളിയിക്കപ്പെട്ടാൽ ജയിൽ ശിക്ഷ ഒഴിവാക്കൽ അസാധ്യമാകും. ചുരുക്കത്തിൽ വെള്ളാപ്പള്ളി നടേശന്റെ രാഷ്ട്രീയ സാമൂഹിക ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടമാണിത്. പ്രായത്തിന്റെ ആനുകൂല്യങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടി തടവ് ശിക്ഷയിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ അദ്ദേഹം ശ്രമിച്ചേക്കാം. പക്ഷേ മഹേഷിന്റെ കുടുംബത്തിന്റെ കണ്ണീരും മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ വഞ്ചിതരായ സാധാരണക്കാരുടെ ശാപവും വെള്ളാപ്പള്ളിയെ വേട്ടയാടിക്കൊണ്ടിരിക്കും. നിയമ നടപടിയിൽ UDF സർക്കാർ വെള്ളം ചേർക്കാതിരുന്നാൽ ഇരകൾക്ക് നീതി ഉറപ്പാകും. UDF സർക്കാർ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചാൽ വെള്ളാപ്പള്ളി നടേശൻ അഴിക്കുള്ളിലാകാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല. കാത്തിരുന്ന് കാണാം. കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിച്ച കിങ് മേക്കർ ഒടുവിൽ നിയമത്തിന് മുന്നിൽ മുട്ടുമടക്കുമോ?